ശ്രീരാമചന്ദ്രായ പരമാത്മനേ നമഃ. തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് കേരളീയരുടെ നിത്യപാരായണ ഗ്രന്ഥമാകും. ഏത് പ്രതിസന്ധി ഘട്ടത്തെ ആത്മധൈര്യത്തോടെ തരണം ചെയ്യാൻ രാമായണ പാരായണം സഹായകമാകും. രാമനാമ ജപം കൊണ്ട് ഒരു കാട്ടാളൻ മഹർഷി ശ്രേഷ്ഠനായത് കണ്ടിട്ട് ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷപ്രാപ്തിക്കായി രാമായണം രചിക്കാൻ വാത്മീകി മഹർഷിയോട് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. നാരദൻ ഉപദേശിച്ച പ്രകാരം വാണീദേവിയുടെ അനുഗ്രഹത്താൽ വാത്മീകി രാമായണം രചിച്ചു. ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതും പരമരഹസ്യവുമായ അധ്യാത്മരാമായണം പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചതാണ്. ഇത് അധ്യയനം ചെയ്യുന്നവർക്കെല്ലാം ഈ ജന്മത്തിൽ തന്നെ മോക്ഷസിദ്ധി ഉണ്ടാകും. ബുദ്ധിമാന്മാർ ഈ കഥ കേട്ടാൽ സംസാരബന്ധത്തിൽ നിന്ന് മുക്തരാകും, ആത്മജ്ഞാനം സിദ്ധിക്കുകയും ചെയ്യും. സൽപുത്രന്മാർ ദീർഘായുസ്, ധനസമൃദ്ധി, ബന്ധുബലം, രോഗശാന്തി, കീർത്തി എന്നിവ ഉണ്ടാകും. ഭക്തി വർദ്ധിക്കും, ശത്രുനാശം സംഭവിക്കും, സജ്ജനങ്ങളുടെ അംഗീകാരം ലഭിക്കും, മഹാപാതകങ്ങളിൽ നിന്നുപോലും മുക്തനാകും, സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയും. ഭൗതികവും ദൈവികവും ആധ്യാത്മികവുമായുള്ള സകല ദുഃഖങ്ങളും നശിക്കും. ദേവന്മാരുടെയും മുനിമാരുടെയും പിതൃക്കളുടെയും അനുഗ്രഹം ലഭിക്കും. ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾ നേടാൻ കഴിയും. കർക്കിടക മാസം നമ്മൾ രാമായണ മാസമായി ആചരിച്ചു വരുന്നു. രാമായണ മാസാചരണം രാമായണ മഹാഗ്രന്ഥത്തിന്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. രാമായണ പാരായണമോ മറ്റ് ഈശ്വര സങ്കല്പങ്ങളോ ഇല്ലെങ്കിൽ കർക്കിടക മാസം പൊതുവെ ആരോഗ്യകരമല്ല. കേരളീയരായ നാം പഞ്ഞമാസമെന്നാണ് കർക്കിടകത്തെ വിശേഷിപ്പിക്കുന്നത്. വിവാഹം, ഗൃഹപ്രവേശം, വിദ്യാരംഭം തുടങ്ങിയ ശുഭകർമ്മങ്ങൾക്കൊന്നും കർക്കിടകം തിരഞ്ഞെടുത്തിരുന്നില്ല. എന്നാൽ രാമായണ മാസമായി നമ്മൾ തിരഞ്ഞെടുത്തത് കർക്കിടകത്തെയാണ്. കർക്കിടക മാസം മുതലാണ് ദക്ഷിണായന കാലം ആരംഭിക്കുന്നത്. കാറ്റും മഴയും ദാരിദ്ര്യവും രോഗങ്ങളും കൊണ്ട് പ്രതികൂലമായൊരു അന്തരീക്ഷമാണ് അപ്പോഴുള്ളത്. ഈ പ്രതികൂല അവസ്ഥ മനുഷ്യ ശരീരത്തെയും ബാധിക്കുന്നു. അതിനാൽ ആയുർവേദ ചികിത്സകൾക്കും പറ്റിയ സമയമാണ് കർക്കിടകം. കാലാവസ്ഥയും ശരീരാവസ്ഥയും വിഷയലോലുപതയ്ക്ക് ജന്തുക്കൾക്ക് പോലും പ്രേരണ നൽകുന്ന സമയമാണിത്. ഈ അവസ്ഥയിൽ നിന്ന് ജീവനെ മുക്തനാക്കേണ്ട ആവശ്യമുണ്ട്. അതിനാവശ്യമായ അനുഷ്ഠാന വിധികളിൽ ഒന്നാണ് രാമായണ പാരായണം. മൃഗീയ വാസനകളിലേക്ക് വഴുതി വീണ മനുഷ്യന് മോക്ഷത്തിന് അധികാരിയായി വളരുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്നായ രാമായണ പാരായണം കർക്കിടക മാസത്തിൽ ആരംഭിക്കുന്നതും കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കുന്നതും ഇതുകൊണ്ടാണ്. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വ്യക്തമായും സ്ഫുടമായും ഉച്ചാരണ ശുദ്ധിയോടും കൂടി തെറ്റുകൂടാതെ വേണം രാമായണം പാരായണം ചെയ്യാൻ. സംഗീതാത്മകമായാൽ ഏറെ നന്ന്. കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തുവേണം.